പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ തിരക്കിലാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അയച്ചു തന്ന പഠന സാമഗ്രികൾ ഞങ്ങൾ നോക്കിയിരുന്നു. അതിൽ ഈ മെഡിക്കെയർ എന്ന ഭാഗം പലർക്കും ഒരു സംശയമുണ്ടാക്കുന്ന ഒന്നാണ്. ശരിയാണ്. ഒറ്റനോട്ടത്തിൽ കുറച്ച് ആശയക്കുഴപ്പമുണ്ടാകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വിഷയം വളരെ ലളിതമായൊന്ന് ചർച്ച ചെയ്യാം. അതെ, ഒരു 3-5 മാർക്കിന്റെ ചോദ്യത്തിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. അത് മതി. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ മെഡിക്കെയർ? ലളിതമായി പറഞ്ഞാൽ മെഡിക്കെയർ അമേരിക്കയിലെ ഒരു സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓക്കെ. നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്ന പോലെ 1965-ലെ സോഷ്യൽ സെക്യൂരിറ്റി അമെൻഡ്മെന്റ്സ് ഓഫ് 1965-ന്റെ ഭാഗമായി വന്നൊന്നാണിത്. ടൈറ്റിൽ 18 എന്നാണ് ഇതിനെ സാങ്കേതികമായി പറയുന്നത്. 1965-ൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതിയെന്ന് വേണ്ടി വന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം അക്കാലത്ത് 65 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടാൻ വലിയ പാടായിരുന്നു. എന്തുകൊണ്ട്? സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ അവരെ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പായിട്ടാണ് കണ്ടിരുന്നത്. പ്രായം കൂടുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അതെ, അസുഖങ്ങൾ കൂടാം, പക്ഷെ വരുമാനം കുറയുകയും ചെയ്യും. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം താങ്ങാൻ പറ്റാതെ വരും. ഈയൊരു പ്രശ്നത്തിനുള്ള സർക്കാർ പരിഹാരമായിരുന്നു ശരിക്കും മെഡിക്കെയർ. അതായത് വരുമാനം എത്രയുണ്ടെന്ന് നോക്കാതെ 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു അടിസ്ഥാന ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, അതായിരുന്നല്ലേ ലക്ഷ്യം? കൃത്യം, അതുതന്നെ. അപ്പൊ ഇതിന്റെ ഒരു ഘടന എങ്ങനെയാണ്? മെഡിക്കെയറിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. പാർട്ട് എ, പിന്നെ പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുമ്പോൾ? പാർട്ട് എ ആണ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ്, അതായത് ആശുപത്രിയിൽ അഡ്മിറ്റാകുമ്പോൾ വരുന്ന ചികിത്സാ ചെലവുകൾക്ക്. ഓക്കെ. പിന്നെ പാർട്ട് ബി, അതിനെ സപ്ലിമെന്റൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയും. സപ്ലിമെന്റൽ, അതായത് ഒരു ആഡ് ഓൺ പോലെയാണോ? അതെ, ഡോക്ടറെ കാണുന്നത്, ഔട്ട്പേഷ്യന്റ് ചികിത്സകൾ, ലാബ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ വരും. ഈ 2 ഭാഗങ്ങളിലും രോഗി എന്തെങ്കിലും പണം അടയ്ക്കേണ്ടി വരുമോ? അതെ, 2 ഭാഗങ്ങളിലും ഒരു നിശ്ചിത തുകയ്ക്ക് രോഗി അടയ്ക്കേണ്ടി വരും. ഡിഡക്റ്റബിൾ, കോഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഒരു ഡെന്റൽ വിദ്യാർത്ഥി എന്ന നിലയിൽ അറിയേണ്ടത്, മെഡിക്കെയറിൽ ദന്തചികിത്സയ്ക്ക് കവറേജ് ഉണ്ടോ? അവിടെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ നോട്ടുകളിൽ വളരെ വ്യക്തമായി പറയുന്നൊരു പോയിന്റുണ്ട്. എന്താണത്? മെഡിക്കെയറിന് കീഴിലുള്ള ദന്തൽ കവറേജ് വളരെ വളരെ പരിമിതമാണ്. പരിമിതമെന്നോ? അതെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പല്ലടയ്ക്കൽ, ക്ലീനിംഗ്, റൂട്ട് കനാൽ, ഇതൊന്നും തന്നെ മെഡിക്കെയറിൽ ഉൾപ്പെടുന്നില്ല. ഒന്നും തന്നെ ഇല്ലെന്നോ? അത് ശരിക്കും അതിശയമായിരിക്കുന്നല്ലോ. ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയുള്ള ചികിത്സകൾക്കാണ് കവറേജ് കിട്ടുന്നത്? ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വരുന്ന അത്ര ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രം. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഇപ്പോൾ ഒരു അപകടത്തിൽ താടിയെല്ലിന് ഒടിവുണ്ടായെന്ന് കരുതുക, ഒരു ഫ്രാക്ചർ. അതിന് സർജറി വേണമെങ്കിൽ അതിന് കവറേജ് കിട്ടും. ഓക്കെ, കാരണം അതിന് ആശുപത്രിവാസം ആവശ്യമാണല്ലോ. അതെ, അല്ലെങ്കിൽ വായിലെ ക്യാൻസർ കാരണം ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. അതുകൊണ്ടാണ് നിങ്ങളെ പുസ്തകത്തിൽ ഇതിന് മെഡിക്കെയറിന്റെ നിസ്സാരമായൊരു ഭാഗം, അഥവാ നെഗ്ലിജിബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഈ പോയിന്റ് വളരെ പ്രധാനമാണ്. മെഡിക്കെയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, ഡെന്റൽ കവറേജ് വളരെ കുറവാണെന്ന്. വളരെ ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ മെഡിക്കെയർ അമേരിക്ക 65 വയസ്സിന് മുകളിലുള്ളവർ, പാർട്ട് എ, പാർട്ട് ബി. ദന്തചികിത്സയ്ക്ക് കവറേജ് വളരെ പരിമിതം. ആശുപത്രിവാസം ആവശ്യമുള്ള ശസ്ത്രക്രിയകൾക്ക് മാത്രം. ഇത്രയും ഓർത്താൽ മതി. വളരെ വ്യക്തമായി. അപ്പോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്, അല്ലേ? എന്താണത്? ഒരു രാജ്യത്തെ പ്രായമായ പൗരന്മാരുടെ ആരോഗ്യം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ, അതെ, പോഷകാഹാരത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് പല്ലുകളുടെ ആരോഗ്യം. എന്നിട്ടും ദന്തചികിത്സയെ ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നത് ആ വലിയ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റുന്നുണ്ടോ? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പം നിങ്ങളുടെ പഠനം തുടരുക. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.